പൃഥ്വിരാജിന് എന്താ കൊമ്പുണ്ടോ? ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. സാമ്പത്തിക തിരിമറി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സുകാർ റെയ്ഡിനൊക്കെ വന്നെന്നിരിക്കും. നമ്മൾ നാളെ കേൾക്കാൻ പോകുന്ന കാര്യമാണിത്. ഗോകുലം ഗോപാലിന്റെ വീട്ടിൽ ഓഫീസുകളിൽ റെയ്ഡ് നടന്നപ്പോൾ മറുനാടൻ മലയാളിയൊക്കെ പറഞ്ഞ ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടായി. ഇങ്ങനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ. നിഷ്കളങ്കരാണ് ഇവർ. എന്ത് പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായീകരണം ഉണ്ടാവും. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവർ പറയും നോർത്ത് ഇന്ത്യയിലെ കലാപങ്ങൾ സാധാരണയാണ്. മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്നു, ഡൽഹിയിൽ കലാപം ഉണ്ടാകുന്നു. അതിനകത്ത് രാഷ്ട്രീയ പങ്കൊന്നുമില്ല. സോ വാട്ട് ഇതുണ്ടായിക്കോട്ടെ. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കൊന്നുമില്ല. കാരണം എല്ലാ കോടതിയും അദ്ദേഹത്തെ വെറുതെ വിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും തക്കതായ കാരണമുണ്ട്. ഈ നാട്ടിലൊരു ശക്തമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്, കോടതിയുണ്ട്. പോലീസ് പക്ഷം വരുന്ന ഇത്തരം നിഷ്കളങ്കർ ഉള്ളിടത്തോളം കാലം മോദിക്കൊന്നും ഒന്നും പേടിക്കാനില്ല. 2014 ഫെയ്ത്ത് ഡെമോക്രസി എന്ന അവസ്ഥയിൽ നിന്നും സർക്കാരിന്റെ ചെറിയ ചെറിയ ഫൈൻ ട്യൂണിങ് വഴി നമ്മളൊരു ഇലക്ടഡ് ഓട്ടോക്രസി എന്ന രീതിയിലേക്ക് എത്തിയിട്ട് ഇഡിയുടെ റെയ്ഡും IT ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് പെടലും ഒക്കെയായി സിനിമാക്കാരെ പൊതുവിൽ പേടിപ്പിക്കാനായിട്ട് മോഡിക്ക് സാധിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാരുകൾ ജനങ്ങളെ പേടിക്കുക. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ ജനങ്ങൾ സർക്കാരിനെ പേടിച്ചുകൊണ്ടിരിക്കും.